അപ്പോൾ നമുക്ക് ഇന്നൊരു ബീഫ് കറി എങ്ങനെയാണ് സിമ്പിളും ഈസി ആയിട്ട് ഉണ്ടാക്കാമെന്നാണ് നോക്കുന്നത്. ഇതിനായിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ജീരകം, കുരുമുളക് പൊടി ഇതെല്ലാം നമുക്കൊരു പാനിലിട്ടിട്ട് നല്ലോണം വറുത്തിട്ട് എടുക്കാം. നല്ലോണം വറുക്കണം, കളർ നല്ലോണം മാറണം, എന്നാലേ നല്ല ടേസ്റ്റിയും നല്ല കളർഫുള്ളായിട്ടുള്ള ഒരു ബ്ലാക്ക് കളറായിട്ടുള്ള ഒരു ബീഫ് കറി കിട്ടുള്ളൂ. അപ്പോൾ ഇതിന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം വറുത്തിട്ട് എടുക്കാം. എന്നിട്ട് നമുക്ക് മിക്സീൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷാക്കിയിട്ട് എടുക്കാം. ഉള്ളി, തക്കാളി, കരിവേപ്പിൻ്റെ ഇല, ബീഫും ഇഞ്ചിൻ്റെ വെളുത്തുള്ളീൻ്റെ പേസ്റ്റും ഇട്ടിട്ട് നല്ലോണം ഇഞ്ചി വെളുത്തുള്ളീൻ്റെ പേസ്റ്റും ബീഫും ഇട്ടിട്ട് നല്ലോണം മിക്സാക്കുക കയ്യിലല്ല. ബീഫിനെയും നേരത്തെ നമ്മൾ ഉണ്ടാക്കിയ നമ്മൾ നേരത്തെ വറുത്ത് പൊടിച്ച് മാറ്റി വെച്ച മസാലയും ബീഫും കുറച്ച് വെളിച്ചെണ്ണയും വെച്ചിട്ട് നല്ലോണം മിക്സാക്കിയിട്ട് കുറച്ച് ബീഫ് വേവാനുള്ള വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം വേവിച്ചിട്ട് എടുക്കുക. ബീഫിന് നല്ലോണം കുഴച്ചിട്ടെല്ലാം മിക്സാക്കണം. കയ്യിലെണ്ണ കുഴച്ചാലേ ആ ടേസ്റ്റ് കിട്ടും. അപ്പോൾ നമ്മൾ കയ്യിൽ നല്ലോണം കുഴച്ചിട്ട് മിക്സാക്കിയിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം കുഴച്ച് മിക്സാക്കിയിട്ട് വേവിച്ചിട്ട് എടുക്കുക. അപ്പോൾ നല്ലോണം വെന്തിട്ട് നല്ല മല്ലിച്ചപ്പും കൂടി ഇട്ടിട്ട് വേവിക്കാൻ വെക്കുന്നുണ്ട്. അപ്പോൾ ബീഫ് നല്ലോണം വെന്തൊടിഞ്ഞ് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വറവിട്ട് കൊടുക്കാം. അതിനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കറിവേപ്പിൻ്റെ ഇലയും പിന്നെ കുറച്ച് സവോളയും ഇട്ടിട്ട് നല്ലോണം വഴറ്റിയെടുക്കുന്നുണ്ട്. നല്ല കളർ മാറണം, നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി. പിന്നെ വയ്ക്കുന്ന മട്ടൻ മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. എണ്ണയിലേക്ക് മട്ടൻ മസാല ഇട്ട് കൊടുത്തിട്ട് നല്ലോണം വഴറ്റിയെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മളുടെ ബീഫ് വേവിച്ചിട്ടുണ്ടല്ലോ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ബീഫ് വേവിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതിന് കോമ്പിനേഷനായിട്ട് നെയ്പ്പത്തലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നെയ്പ്പത്തൽ, പൂരി, പത്തൽ, പൊറോട്ട എല്ലാത്തിനും കൂടി നമുക്ക് ബീഫിൻ്റെ ഗ്രേവി ആയിട്ട് കൂട്ടാൻ പറ്റിയൊരു സൂപ്പർ ടേസ്റ്റി അടിപൊളിയായിട്ടുള്ള കറിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ ഓക്കെ, ബായ്. സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ ഞാൻ നല്ല പത്തലും നെയ്പത്തലും ബീഫ് കറിയാണ് കഴിച്ചിട്ടുള്ളത്. നല്ല ടേസ്റ്റ് ഉണ്ടായിന്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം.